നമസ്കാരം, ദ ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. വിദേശ വിദ്യാർത്ഥികളെ പോലും ആകർഷിക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റുമെന്നാണ് ഈ വർഷത്തെ ബജറ്റിൽ സർക്കാരിന്റെ പ്രഖ്യാപനം. അതേസമയം ഉന്നത പഠനത്തിന് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർഷം പ്രതി വർദ്ധിച്ചു വരികയാണെന്നാണ് കേരള ഗേൾസ് സ്റ്റുഡൻസ് മൈഗ്രേഷൻ സ്റ്റഡി ജൂൺ 5 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. UK, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി, മാൾട്ട തുടങ്ങിയ രാജ്യങ്ങളിലെ സർവകലാശാലകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വായ്പ എടുത്താണ് കേരളീയ വിദ്യാർത്ഥികൾ വിമാനം കയറുന്നത്. സ്വന്തം വിദ്യാർത്ഥികളെ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന് എങ്ങനെ വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാനാകുമെന്ന ചോദ്യം പ്രസക്തമാണ്. കേരളം വിടുന്നതിന്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുകയാണ് ആഗോള ഹബ് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് ആദ്യമായി വേണ്ടത്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കേരളം രാജ്യത്തിനാകെ മാതൃകയാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഈ നേട്ടം കൈവരിക്കാനായിട്ടില്ല. പ്രശസ്തരായ ഫാക്കൽറ്റികൾ, മികച്ച അക്കാദമിക് അന്തരീക്ഷം, പഠനത്തിനും ഗവേഷണത്തിനും അത്യാധുനിക സൗകര്യങ്ങൾ തുടങ്ങിയവയാണ് വിദേശ സർവകലാശാലകളിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നത്. ഇത്തരമൊരു അക്കാദമിക് അന്തരീക്ഷം സംസ്ഥാനത്തെ ഉന്നത പഠന രംഗത്തില്ല. സർവകലാശാലകളുടെ തലപ്പത്തെ രാഷ്ട്രീയവൽക്കരണമാണ് ഈ രംഗത്തെ മുന്നേറ്റത്തിന് പ്രധാന തടസ്സം. വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ, സെനറ്റ്, സിൻഡിക്കേറ്റ് തുടങ്ങിയ സുപ്രധാന സ്ഥാനങ്ങളിൽ നിയമനം നടത്തുമ്പോൾ അന്താരാഷ്ട്ര അക്കാദമിക് മികവ്, ഗവേഷണ രംഗത്തെ സംഭാവനകൾ, ഭരണപരിചയം തുടങ്ങിയവയാണ് മാനദണ്ഡമാക്കേണ്ടത്. പകരം രാഷ്ട്രീയ നിറമാണ് മെറിറ്റിലും പ്രാഗൽഭ്യത്തിലുമുപരി ഇവിടെ മാനദണ്ഡമാക്കുന്നത്. അക്കാദമിക് യോഗ്യതയുള്ള അധ്യാപകർക്കും ഗവേഷകർക്കും അർഹമായ പരിഗണന ലഭിക്കുന്നില്ല. ലോകോത്തര സർവകലാശാലകൾ രാഷ്ട്രീയ ഇടപെടലിൽ നിന്ന് സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത്. അക്കാദമിക മികവും ഗവേഷണ സ്വാതന്ത്ര്യവും അടിസ്ഥാനമാക്കിയുള്ള നിയമനങ്ങളാണ് അവയുടെ വിജയത്തിന്റെ അടിത്തറ. വിദ്യാഭ്യാസ മേഖലയെ സ്വന്തം താൽപര്യങ്ങൾക്ക് ചട്ടുകമാക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളും അവരുടെ ആജ്ഞാനവർത്തികളായി ചുരുങ്ങിപ്പോകുന്ന അക്കാദമിക നേതൃത്വവും സൃഷ്ടിക്കുന്ന ശ്വാസം മുട്ടുന്ന അന്തരീക്ഷത്തിൽ നിൽക്കാൻ താൽപര്യപ്പെടാത്തത് കൊണ്ടാണ് നമ്മുടെ മിടുക്കരായ വിദ്യാർത്ഥികളും അധ്യാപകരും വിദേശ സർവകലാശാലകളിലേക്കും ഇതര സംസ്ഥാനങ്ങളിലെ പ്രശസ്തമായ സ്വകാര്യ വിദ്യാലയങ്ങളിലേക്കും മാറിപ്പോകുന്നത്. കേരളത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ അതിപ്രസരത്തിന്റെ അന്തരീക്ഷം തുടരുകയാണെങ്കിൽ വിദേശ വിദ്യാർത്ഥികളെയോ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അധ്യാപകരെയോ ആകർഷിക്കാനാകില്ല. കാലഹരണപ്പെട്ട പാഠ്യപദ്ധതിയും വ്യവസായ ലോകത്തിന്റെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത കോഴ്സുകളുമാണ് മറ്റൊരു പ്രശ്നം. തങ്ങളുടെ വിലപ്പെട്ട വർഷങ്ങൾ ഫലപ്രദമല്ലാത്ത രീതിയിൽ സംസ്ഥാനത്ത് ചിലവഴിക്കുന്നതിലും ഭേദം മികച്ച രീതിയിൽ ഫലപ്രദമായ കോഴ്സുകൾ പൂർത്തിയാക്കാൻ വിദേശ സർവകലാശാലകളെ ആശ്രയിക്കുകയാണ് ഗുണകരമെന്ന് വിദ്യാർത്ഥികൾ വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ഗവേഷണത്തിന് ആവശ്യമായ ധനസഹായവും അന്താരാഷ്ട്ര സഹകരണവും പരിമിതവുമാണ്. പഠനം വിജയകരമായി പൂർത്തിയാക്കി ക്യാമ്പസുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നവർക്ക് അർഹമായ ജോലിയുടെ അപര്യാപ്തതയാണ് മറ്റൊരു പ്രശ്നം. ഉയർന്ന നിലവാരമുള്ള പാഠ്യപദ്ധതി ലക്ഷ്യമാക്കി മാത്രമല്ല വിദ്യാർത്ഥികളിൽ നല്ലൊരു പങ്കും വിദേശത്തേക്ക് പറക്കുന്നത്.